ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ കാസ് സ്പീക്സ് ബൈ കവി. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ സാധാരണ ഇടാറുള്ള പി ആറിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള സ്റ്റുഡൻറ് ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാംസ് അങ്ങനത്തെ ഒന്നുമല്ല ഞാൻ പറയാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ വിചാരിച്ചു കുറച്ചു നേരം ഒരു ഒരു റിലേറ്റബിൾ ആയിട്ടൊന്ന് സംസാരിച്ചാലോ എന്ന് എനിക്ക് തോന്നി. അതാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ വരുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ കാനഡയിൽ വന്നിട്ട് ഇപ്പൊ ഒരു 3 വർഷം ആവാണ്. അപ്പോൾ എന്റെ ലൈഫിൽ എനിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കാനഡയിൽ വന്നപ്പോ ഞാൻ അറിഞ്ഞ അല്ലെങ്കിൽ ഞാൻ പഠിച്ച ദ ലെസൺസ് ലേൺഡ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്നുവെച്ചാൽ എന്റെ കുറച്ച് ചെറിയ ചെറിയ എക്സ്പീരിയൻസസ് എന്തൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത്, ഞാൻ എങ്ങനെ മാറി, അതിനനുസരിച്ചൊന്നും കൂടെ ഒരു ചെറിയൊരു ബ്രീഫായിട്ട് ഇങ്ങനെ പറയണമെന്ന് എനിക്ക് തോന്നി. അപ്പം ഇന്ന് ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയി ഇന്നലെ രാത്രി. അപ്പം അതിന്റെ ഒരു ചെറിയ ഹാപ്പിനെസ് ഉണ്ട്. താങ്ക് യു ഗൈസ് ഫോർ സപ്പോർട്ടിങ് മീ. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. കാരണം എന്നെ പോലെ ഞാൻ വിചാരിക്കാറ് ഒരു കഴിവും അല്ലെങ്കിൽ എനിക്ക് തന്നെ എന്നെ കേൾക്കാൻ ഇഷ്ടമില്ല അങ്ങനത്തെ ഒരാളെ എന്നൊക്കെയാണ് ഞാൻ എന്നെ കുറിച്ച് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ വിചാരിച്ച അത്രയും ഇൻസെക്യൂരിറ്റീസിന്റെ ഒരു എന്താ പറയാ ഒരു കൂടാരമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന എന്നെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് ഒരുപാട് നന്ദി. എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോക്ക് കടന്നാലോ. അപ്പൊ ഞാൻ ആക്ച്വലി കാനഡയിൽ വരണമെന്ന് പറഞ്ഞാൽ 2022 ഫെബ്രുവരി 28-നാണ്. 28-ന് നാട്ടിൽ നിന്ന് കയറി. ഞാൻ ഇത്തിഹാദ് എയർവേസിലാണ് വന്നത്. അവിടുന്ന് അബുദാബി, കൊച്ചി ടു അബുദാബി, അബുദാബി ടു നമ്മുടെ ടൊറന്റോ പിയേഴ്സൺ എയർപോർട്ടിലായിരുന്നു. അപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. ആക്ച്വലി എന്റെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് ആയിരുന്നു അത്. കാനഡയ്ക്കുള്ളതായിരുന്നു. എന്റെ ഹസ്ബൻഡ് ഇവിടെയാണ് ഉണ്ടായിരുന്നത്. ഞാൻ ഒറ്റയ്ക്ക് അവിടുന്ന് ഫാമിലിയോടൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇങ്ങോട്ട് വന്നു. വന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് 24 വയസ്സാണ് എനിക്ക് അന്ന് ഉണ്ടായിരുന്നത്. 24 ആയിരുന്നെങ്കിലും എന്റെ ബോധം എന്ന് പറയുന്നത് ഒരു 19-20 വയസ്സിന് ബോധം ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് അന്നെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാനൊരു പുതിയൊരു കൺട്രിയിലോട്ട് പോകുമ്പോൾ നമ്മൾ അത്രയും നാളത്തെ ഒരു കംഫർട്ട് സോൺ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. നമ്മുടെ ഫ്രണ്ട്സ് ആയാലും നമ്മളെ ഫാമിലി ആയാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് നാട്ടില്. അത്രയും വർഷം നമ്മൾ ജീവിച്ചത്. അത് ഞാൻ തൃശ്ശൂരുകാരിയാണ്. തൃശ്ശൂരിൽ നിന്ന് വിട്ടിട്ട് ഞാൻ എവിടെയും പോയിട്ടില്ല. ഞാൻ തൃശ്ശൂര് തന്നെയാണ് പഠിച്ചതും അവിടെ തന്നെ ജീവിച്ചതും അത്രയും വർഷം. അങ്ങനെയുള്ള ആണ് പെട്ടെന്ന് കേരളത്തിന് പുറത്തല്ല, ഇന്ത്യക്ക് പുറത്ത് പോകുന്നത്. അപ്പം ഫസ്റ്റ് ആ ഒരു പോക്കിൽ എനിക്ക് ഒന്നും എന്റെ തലയിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ കാനഡ ചിൽ, ഞാൻ അവിടെ പോയി പൊളിക്കും, അങ്ങനെയൊക്കെയാണ് ഞാൻ പോകുന്നത്. കാരണം എന്റെ മൈൻഡില് ഹസ്ബൻഡ് ഇവിടെ ഉണ്ട്, അപ്പം നത്തിങ് ടു വറി, എനിക്കൊന്നും അറിയില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ വണ്ടി കയറുന്നത്. അപ്പം അതൊക്കെ സ്മൂത്ത് ആയിട്ട് വന്നു. ആ സമയം എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 28-ന് വണ്ടി കയറി, ഫെബ്രുവരി 28-നാണ് ഇവിടെ എത്തി. അങ്ങനെയായിരുന്നു. 24 അവർ ഉണ്ടായിരുന്നു ഫ്ലൈറ്റ് എന്ന് തോന്നുന്നു. അപ്പം ആ ഫ്ലൈറ്റ് തന്നെ കയറി ഒരു കൊച്ചി ടു അബുദാബി, ഓക്കെ, അബുദാബി ടു ടൊറന്റോ, ആ ഒരു ഫ്ലൈറ്റിനാണ് എനിക്ക് കുറച്ചും കൂടെ എന്താ പറയാ, ആ സമയത്താണ് എനിക്ക് ബോധോദയം വരുന്നത് സത്യത്തില്. കാരണം ഞാൻ ശരിക്കും ഇത്രയും ദൂരേക്കാണ് പോണത് എന്നുള്ളൊരു ശരിക്കുള്ളൊരു ഫീലിംഗ് കിട്ടിയത് ആ ഒരു ഫ്ലൈറ്റിൽ നിന്നാണ്. അതുവരെ എനിക്ക് ആ ഒരു ബോധം ഉണ്ടായിരുന്നില്ല. കാരണം സത്യം പറഞ്ഞാൽ ഈ ഒരു ഭൂമിയുടെ ഈ സൈഡിൽ നിന്ന് ഈ സൈഡിലോട്ടാണ് ഞാൻ പോകുന്നത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇനി തിരിച്ചു വരാൻ പറ്റില്ല. ഞാൻ അത്ര നാൾ പ്രതീക്ഷിച്ച് ഞാനിപ്പോ തിരിച്ചു വരും, അങ്ങനത്തെ ഒരു ഇതിലാണ്. അങ്ങനെ വരാൻ പറ്റില്ല, എനിക്ക് ഇനി ജീവിതകാലം മുഴുവൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ വരാൻ എന്നുള്ളതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോഴാണ്. അത് കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞ് ഞാൻ എന്റെ എന്താ പറയാ ഇമിഗ്രേഷൻ ഒന്നും യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പെട്ടെന്നെല്ലാം കഴിഞ്ഞു. കാരണം ഞാൻ PR ഓൺ അറൈവൽ, PR ആയിട്ടാണ് വരുന്നുണ്ടായിരുന്നത്. അപ്പൊ കൺഫർമേഷൻ ഓൺ PR പേപ്പർ ഉണ്ടായിരുന്നു എന്റെ അടുത്ത്. അപ്പൊ അവര് എന്റെ അടുത്ത് ഒരു വെള്ളക്കാരനായിരുന്നു എന്റെ ഇമിഗ്രേഷൻ എന്റെ അവിടെ ഇരിക്കുന്ന കസ്റ്റംസ് ഓഫീസർ. അപ്പൊ ആള് എന്റെ അടുത്ത് ഭയങ്കര കൂളായിട്ട് സംസാരിച്ചു. അപ്പൊ ആള് ഇങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നിനക്ക് രാജ്യം ഇഷ്ടാവും, നീ എൻജോയ് ചെയ്യുക, ഹസ്ബൻഡ് ഇവിടെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് എന്നെ ടാറ്റ പറഞ്ഞ് വിട്ട് കഴിഞ്ഞ് ഞാൻ എന്റെ ഹസ്ബൻഡ് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കാറിനടുത്തേക്ക് വരാൻ വേണ്ടി പുറത്തിറങ്ങുമ്പോഴാണ് എനിക്ക് ആ റിയാലിറ്റി മനസ്സിലാവുന്നത്. എന്നുവെച്ചാൽ ഞാൻ ആ പുറത്തിറങ്ങിയ വഴിക്ക് തന്നെ ഞാനങ്ങ് തണുത്തങ്ങോട്ട് വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ ഇവിടുന്ന് ഓൾറെഡി ഞാൻ നോർത്ത് ഇന്ത്യയില് കുളു മണാലി ട്രിപ്പ് പോയപ്പോൾ എന്താ യൂസ് ചെയ്ത ജാക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വേറെ ജാക്കറ്റ് ഒന്നും വാങ്ങിച്ചില്ല. കാരണം ജസ്റ്റ് കാർ വരെ എത്താനുള്ളതൊക്കെ അല്ലേ വേണ്ടു, പിന്നെ ഇവിടെ ഒന്ന് വാങ്ങാന്നുള്ള രീതിയിൽ ഞാനൊരു ചെറിയൊരു ജാക്കറ്റ് ഒക്കെ എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആ ജാക്കറ്റ് ഇട്ടിട്ട് പോലും എന്റെ എന്താ പറയാ ആത്മാവിനെ കൊണ്ടുപോകുന്ന രീതിയിലുള്ള കാറ്റായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അവിടെ നിന്ന് തൊട്ട് എന്റെ ആ ഒരു റിയാലിറ്റി ശരിക്കും സ്റ്റാർട്ട് ചെയ്തു. കാരണം
ഞാൻ ഇത്രയും തണുപ്പാണോ ഇവിടെയും? ഓക്കേ. ഇങ്ങനെയാണോ? ഇങ്ങനെയാണ്. ഞാൻ എന്താന്ന് വെച്ചാൽ നമ്മള് സ്വപ്നം കാണുന്നത് നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ അവിടെ പുറത്തുനിന്ന് ഡാൻസ് കളിക്കുന്ന ആൾക്കാര്, നമ്മള് മൂവീസിൽ കാണുന്നത്, അതുപോലെ ദുബായിലൊക്കെ പോലെ ചീറിപ്പാഞ്ഞു പോകുന്ന കാറുകൾ, വലിയ വലിയ ബിൽഡിങ്സുകള്, ഇതൊക്കെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ അങ്ങനെയാണല്ലോ വെസ്റ്റേൺ കൺട്രീസ്, അതുപോലെ യൂറോപ്പിലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ സിനിമകളിലൊക്കെ ഇങ്ങനെ നല്ല നല്ല ബിൽഡിങ്സുകള്, ഓൾഡ് ബിൽഡിങ്സുകള്, അതിന്റെ സ്ട്രക്ചർ, അങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്വപ്നങ്ങളിൽ ഉള്ള വെസ്റ്റേൺ കൺട്രി. അപ്പൊ ഞാനിവിടെ വന്നിറങ്ങുന്നതെന്ന് പറഞ്ഞാൽ മുട്ട പൊരിക്കാൻ മാത്രമാണ്, മാഗി ഉണ്ടാക്കാനും മാത്രമേ എനിക്ക് അറിയുള്ളൂ. അത് മറ്റൊരു റിയാലിറ്റി. എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല. അത് എന്റെ മാത്രം മിസ്റ്റേക്ക് ആണ്. നമ്മൾ ഒരു ബേസിക് സ്കില്ലാണ് കുക്കിംഗ് എന്ന് പറയുന്നത്. അത് പഠിക്കാതെ വന്നത് എന്റെ തെറ്റായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. എന്റെ വീട്ടുകാർക്ക് അതെ, സൂരജിന്റെ വീട്ടുകാർക്ക് അതെ, എല്ലാവർക്കും നല്ല കോൺഫിഡൻസ് ആയിരുന്നു. കാരണം സൂരജിന് കുക്കിംഗ് അറിയാവുന്നതുകൊണ്ട് അവിടുന്ന് പഠിച്ചാൽ മതി, കുഴപ്പമില്ല, ടൈം ഉണ്ട് എന്നുള്ള രീതിയിൽ. അപ്പൊ ഞാനും അങ്ങനെ തന്നെയാണ് വന്നത്. ഓക്കെ, എനിക്ക് പഠിപ്പിച്ചു തരാൻ ആളുണ്ടല്ലോ. അപ്പം സത്യം പറഞ്ഞാൽ എന്നെ കുക്കിംഗ് പഠിപ്പിച്ചത് സൂരജ് തന്നെയായിരുന്നു. കാരണം ദോശ അങ്ങനെ പരത്താൻ പോലും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ എല്ലാം എനിക്കിങ്ങനെ, ആദ്യമൊക്കെ ഞാനിങ്ങനെ ഇവൻ കുക്ക് ചെയ്യുമ്പോൾ ഓക്കെ ഞാൻ കുക്ക് ചെയ്യാൻ തുടങ്ങി. അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു ഫസ്റ്റ് ഒക്കെ. കാരണം എനിക്ക് ചോറ് വെക്കാൻ പോലും അറിയത്തില്ലായിരുന്നു അന്ന്. അട്ടർ ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. പിന്നെ അപ്പം സൂരജ് തന്നെ വീണ്ടും കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ എനിക്ക് തോന്നി ഓക്കെ, ഞാൻ ഓൾറെഡി ജെറ്റ് ലാഗ് ഒക്കെ അടിച്ചിട്ടാണ് ആദ്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ ജെറ്റ് ലാഗ് ഉണ്ടാവും ഫോർ ഷുവർ, ഉറപ്പാണ്. അത് നാട്ടിൽ നിന്ന് നമ്മൾ അത്രയും ടൈം ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റേ സൂര്യകാന്തി വാടുന്ന പോലെയായിരുന്നു. ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ രാത്രി തന്നെ ഇവിടുത്തെ ഉച്ചയാണ്. അപ്പൊ ഉച്ച വരെ രാത്രി ഞാനിങ്ങനെ കണ്ണുമിഴിച്ചിരിക്കും. പിന്നെ ഉച്ചയാകുമ്പോൾ മറ്റേ സൂര്യകാന്തി ഇങ്ങനെ വാടുന്ന പോലെ ഞാനിങ്ങനെ ഫ്ലാറ്റ് ആവും. പിന്നെ ഞാൻ ഓഫാണ്. പിന്നെ അവൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴാണ് ഞാൻ ഉറങ്ങി എണീക്കുന്നത്. ഇത് വൈകുന്നേരം അപ്പൊ രാത്രി വീണ്ടും ഞാൻ അങ്ങനെയായിരുന്നു. എന്റെ ജെറ്റ് ലാഗ് ഒരു 2 ആഴ്ചക്ക് അടുത്തെടുത്തു തീരാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ ഒറ്റയ്ക്കാകുമ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. പിന്നെ വിന്റർ ടൈമും ആയിരുന്നല്ലോ. കാരണം ആ ഇയർ എനിക്ക് ഓർമ്മയുണ്ട്, ഏപ്രിൽ വരെ സ്നോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ നല്ല സ്നോ സ്റ്റോം ഒക്കെ ഉണ്ടായിരുന്ന എന്തോ വർഷമൊക്കെ ആയിരുന്നു തോന്നുന്നു, 2022. അപ്പൊ ആ ഒരു വർഷമായതുകൊണ്ട് എനിക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ടും കുക്ക് ചെയ്യൊന്നും വേണ്ടല്ലോ. അപ്പൊ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഫസ്റ്റത്തെ ഇതിൽ തന്നെ ഞാൻ കുക്കിംഗ് പഠിച്ച് എടുത്തു. കാരണം ആദ്യം കുക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പം ജോലിക്ക് പോകുന്നു, കുക്ക് ചെയ്യുന്ന പറഞ്ഞപ്പോ എനിക്ക് പാവം തോന്നി. അങ്ങനെ മോശമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാനത് കുക്കിംഗ് പഠിച്ചെടുത്തു. പക്ഷെ അതൊരു വൺ ഓഫ് ദ ബെസ്റ്റ് തിങ് ഞാൻ പഠിച്ചെടുത്ത കാര്യമായിരുന്നു കുക്കിംഗ്. കാരണം ഇപ്പം ഞാൻ ആക്ച്വലി എന്റെ സ്ട്രെസ് ബസ്റ്റർ ആണ് കുക്കിംഗ് എന്ന് പറയുന്നത്. ഞാൻ സ്ട്രെസ്, എനിക്ക് നല്ലൊരു ഹാപ്പി മൂഡ് ആണെങ്കിൽ എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ, റെസിപ്പി ട്രൈ ചെയ്യലൊക്കെ. അപ്പൊ എന്റെ വൺ ഓഫ് ദ ലെസൺ ലേൺഡ് അതായിരുന്നു. പിന്നെ ഹൗസ് ഹോൾഡ് തിങ്സ് ഒബ്വിയസ്ലി എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. കാരണം ഞാൻ ഹോസ്റ്റലിലായിരുന്നു നിന്നുണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ കാര്യങ്ങൾ നോക്കും എന്നല്ലാതെ അതിനപ്പുറം ഒരു മാരേജ് അല്ലെങ്കിൽ കല്യാണം കഴിയുന്ന റിയാലിറ്റി, അല്ലെങ്കിൽ ഇപ്പോ കല്യാണം കഴിയേണ്ട ആവശ്യമില്ല, ഇവിടേക്ക് പഠിക്കാൻ വരുന്ന കുട്ടികളൊക്കെ എല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യണേ. അപ്പം അവരോട് എനിക്ക് ഹ്യൂജ് റെസ്പെക്ട് ആണ് സത്യം പറഞ്ഞാൽ. ഈ 18 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവര് ചെയ്യണ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ലൈക്ക് ഒരു ഫാമിലി നടത്തേണ്ട എല്ലാ കാര്യങ്ങളും അവർ ഒറ്റയ്ക്ക് ചെയ്യാൻ കാണുമ്പോൾ എനിക്ക് ഭയങ്കര റെസ്പെക്ട് ആണ്. ഞാൻ 18 വയസ്സിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹോസ്റ്റലിൽ നിന്നിട്ട് കോളേജ് ലൈഫ് എൻജോയ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. നമ്മൾ അതല്ലാതെ അതിന്റെ കൂടെ പാർട്ട് ടൈം അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഫുൾ എൻജോയ്മെന്റ് മാത്രമായിരുന്നു. അതൊക്കെ എനിക്ക് ഒരുപാട് റെസ്പെക്ട് ഉണ്ട്. കാരണം ഞാൻ അന്ന് പഠിക്കാത്ത അത്രയും കാര്യങ്ങൾ, എന്താ പറയാ, കാനഡയാണ് എന്നെ പഠിപ്പിച്ചത്. ഇവിടെ നിന്നാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പഠിച്ചത്. പിന്നെ എന്താന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വന്നിട്ട് നാട്ടില് നമ്മളധികം ഇംഗ്ലീഷ് ഒന്നും സംസാരിക്കാറില്ല. കാരണം അതിന്റെ ആവശ്യം വരാറില്ല. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, എനിക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഞാൻ പറയുന്നത് ആരെങ്കിലും കേട്ട് കളിയാക്കുന്നത് പണ്ട് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ നമ്മൾ മിണ്ടിയ കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യം മതി നമ്മളങ്ങനെ കളിയാക്കുന്ന ഒരുപാട് ആൾക്കാർ, ഫ്രണ്ട്സ് എന്ന പേരിൽ നമ്മുടെ കൂടെ നടക്കുന്ന പല ആൾക്കാരും, അങ്ങനെ പല ആൾക്കാരും നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. അന്ന് അത് കാരണം നമുക്കതൊരു, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മുടെ ഉള്ളിൽ അതിങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് പുറത്തേക്ക് അത് പറയാനും, എന്താ പറയാ, നമ്മുടെ കോൺഫിഡൻസ് കുറയ്ക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ള ആളാണ് ഞാൻ. അപ്പം അത് കാരണം എനിക്ക് പുറത്തുള്ള ആൾക്കാരോട് സംസാരിക്കാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പോ ഞാൻ ആദ്യം ഇവിടെ വന്നിട്ട് ഒട്ടും, ഞാനിങ്ങനെ മറ്റേ ഭൂമിയായിരുന്നു, ഞാൻ ഒന്നും മിണ്ടില്ല. ഞാൻ പറഞ്ഞോ നീ പറ എങ്ങനെയായിരുന്നു ഞാൻ അങ്ങനെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കുറച്ച് ഇപ്പൊ എന്നോട് സെർജ് പറഞ്ഞു നടക്കൂല, ഇത് നടക്കുന്ന കാര്യമല്ല, നീ ലൈഫിൽ ജീവിക്കാൻ പോണ സ്ഥലമാണിത്, നിനക്ക് എന്ത് കാര്യത്തിനാണേലും നീ തന്നെ സംസാരിക്കണം. എല്ലാ സമയവും ഒരാൾ കൂടെ ഉണ്ടാവില്ല. അപ്പം അതും ഞാൻ അത്രയും നാൾ നാട്ടിൽ ഇത്രയും ഇൻഡിപെൻഡന്റ് ആയി നടന്നുകൊണ്ടിരുന്ന പെട്ടെന്ന് ഇവിടെ എത്തിയപ്പോഴാണ് ഡിപെൻഡന്റ് അവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പൊ പിന്നെ ഞാന് വിചാരിച്ചു, ശരിയാണ്, ഞാൻ എന്തിനായി ചമ്മുന്നത്, എനിക്ക് ജീവിച്ചു പോകാനുള്ള ലാംഗ്വേജ് ഉണ്ട്. ഇനിയിപ്പം അത്രയ്ക്ക് ദുരന്താണെങ്കിൽ അവർക്ക് മനസ്സിലാവില്ല, അത്രല്ലേ ഉള്ളൂ. അവർ ചോദിക്കും എന്താ പറഞ്ഞെന്നുള്ളത്.
അത്രല്ലേ ഉണ്ടാവുള്ളൂ. അതിനപ്പുറം ആരും നമ്മളെ തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഇവിടെ കോൺഫിഡൻസ് കിട്ടിയത്. ഞാൻ അങ്ങനെ എൻ്റെ എനിക്കറിയുന്ന ഇംഗ്ലീഷിൽ ഞാൻ സംസാരിക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ ഡെയിലി പറയുമ്പോൾ നമുക്ക് ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാവും. പിന്നെ നമുക്ക് കുറച്ചുകൂടി നമ്മൾ ഓക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അറിയുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കാൻ ഓക്കെയാണ്. ആരുടെ കാര്യം നോക്കി നിൽക്കാനോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ജഡ്ജ് ചെയ്യോ എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവിടത്തെക്കാളും കൂടുതൽ നാട്ടിലാണ് ആൾക്കാർ ജഡ്ജ് ചെയ്യാറ്. ഇവിടെ അധികാരം ഒന്നും ജഡ്ജ് ചെയ്യണമെന്ന് ഞാൻ കണ്ടിട്ടില്ല. എനിക്കറിയില്ല ഇനി ആർക്കെങ്കിലും ഉണ്ടോ എന്നുള്ളത്. എനിക്ക് ഭയങ്കര റെയറായിട്ട് തോന്നിയിട്ടുള്ളൂ. നമുക്കങ്ങനെ ജഡ്ജിങ് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. നമ്മൾ പറയണത് അങ്ങോട്ടും അവർ പറയണത് ഇങ്ങോട്ടും മനസ്സിലാവുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ ജീവിക്കുന്ന ആളാണ് ഞാൻ. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടി. പിന്നെന്ന് പറഞ്ഞാൽ എൻ്റെ കോൺഫിഡൻസ് എന്താ പറയാ, പണ്ട് ഒരു 10% കിടന്നിരുന്നതെങ്കിൽ അതൊരു 60% എങ്കിലും എത്തിക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ലൈഫ് തന്നെയായിരുന്നു. കാരണം 2-3 വർഷം കൊണ്ട് ഞാൻ പഠിച്ച ജീവിതമൊന്നും ഞാൻ എൻ്റെ അത്രയും ലൈഫിൽ പഠിച്ചിട്ടില്ലായിരുന്നു. ഒരു 24 വയസ്സ് വരെ ഞാൻ ഒരു കാര്യം പഠിച്ചിട്ടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഇവിടെ വന്നപ്പോഴാണ്. കാരണം ഒരുപാട് ആൾക്കാര് ഞാൻ അത്രയും നാളെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് മാത്രമായിരുന്നു. ഫ്രണ്ട്സ്, ഫാമിലി, അങ്ങനെ ഫാമിലി ആയിട്ട് ഭയങ്കര ഞങ്ങൾ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അങ്ങനെ ക്ലോസ് ആയിട്ട് കുറച്ചും അധികം ജോയിന്റ് ഫാമിലി ആയിട്ടുള്ള ആൾക്കാരുള്ള ഒരു ഫാമിലിന്ന് വന്ന് പെട്ടെന്നാണ് ഞാൻ ഇവിടെ വന്ന് ഒറ്റപ്പെടുന്നത്. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മള് തൊട്ടപ്പുറത്തെ ആൾക്കാരായിട്ട് കണക്ഷൻ ഒന്നുമില്ല. അത് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാലും അവരും ഒരു 1 or 2 ബ്ലോക്സ് അവേ അല്ലെങ്കിൽ വേറെ സിറ്റിയിലായിരിക്കാം. അങ്ങനെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റില്ല. എല്ലാവരും വർക്കിംഗ് ആയിരിക്കും. അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ നമുക്ക് നാട്ടിൽ ഫേസ് ചെയ്യണമെന്നില്ല. കാരണം നമ്മൾ ഹോസ്റ്റലൊക്കെ താമസിക്കുന്നത് നമ്മളെപ്പോഴും ഫ്രണ്ട്സ് അവിടെ ഉണ്ട്. നമ്മള് ഇന്ന് രാത്രി കഴിക്കാൻ പോവാം, ഇന്ന് രാത്രി പുറത്തു പോവാം, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിൽ ജീവിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരുമ്പം എനിക്കതൊരുമാതിരി എന്താ പറയാ, കൂട്ടിലടച്ച കിളീന്റെ പോലത്തെ ഫീലിംഗ് ആയിരുന്നു. ഞാന് സത്യം പറഞ്ഞാൽ ആ സമയത്തൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈസ് ഇറ്റ് വർത്ത് കമ്മിങ് ടു കാനഡ എന്നുള്ളത്. കാരണം എനിക്ക് യാതൊരു വേർത്തും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഒരുപാട് മെന്റലി സ്ട്രഗിൾ ചെയ്തിട്ടുള്ള സമയമായിരുന്നു അത്. കാരണം നമ്മുടെ കൂടെയുള്ള ആൾക്കാര്, ഫ്രണ്ട്സ് ഒക്കെ അവര് ഒരുമിച്ച് കറങ്ങാൻ പോകുന്ന ഫോട്ടോസ് ഒക്കെ കാണുമ്പോൾ വിഷമിക്കുക. പിന്നെ എന്ന് വെച്ചാൽ അവരെ കുറിച്ച് ഓർത്തുന്ന ഞാനും അവിടെ ഉണ്ടാവേണ്ടതായിരുന്നല്ലോ എന്നുള്ള ഒരു തോട്ട് പ്രോസസ് ഉണ്ടല്ലോ. പിന്നെ ഞാൻ വിചാരിച്ച പോലെ എനിക്ക് നാട്ടിൽ പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കരിയറിലൊരു കുറച്ചും കൂടെ സ്ലോ ആയിട്ടാണ് പോണത് മറ്റവരെ വെച്ച് നോക്കുമ്പോൾ. അങ്ങനെയൊക്കെ കമ്പയർ ചെയ്യുക, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ ആ പീരീഡില് ഒരു 2022 ഒരു ലാസ്റ്റ് തൊട്ട് 2023 ഒരു കുറച്ച് നാള് ഞാൻ അങ്ങനെയായിരുന്നു. ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. എന്താ പറയാ, ഞാൻ അത്രയും മെന്റൽ സ്ട്രഗിൾ എന്റെ ലൈഫിൽ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല കാനഡയിൽ അനുഭവിച്ച അത്രയും. അത് കാനഡ എന്നുള്ള രാജ്യത്തിന്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഇനി അതോ വേറെ വെസ്റ്റേൺ കൺട്രീസിൽ പോയ ആൾക്കാരും സെയിം മെന്റാലിറ്റി ആണോ, അത്രയും മിസ്സിങ്, അതുപോലെ ഫാമിലിയോടുള്ള മിസ്സിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങള്, ഫുഡ്, എല്ലാ കാര്യത്തിലും മിസ്സിങ് ഇത്രയും ബാക്കിയുള്ളവർക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഒരുപാട് ഉണ്ടായിരുന്നു. ഞാൻ അതിനോട് അഡ്ജസ്റ്റ് ആവാൻ നല്ല ടൈം എടുത്തു. സ്റ്റിൽ എന്താ പറയാ, എന്റെ മൈൻഡിന്റെ ഒരു ചെറിയൊരു പാർട്ട് ഇപ്പോഴും ആ ഒരു ഇത് വിടാൻ, എന്താ പറയാ, അത് പോവാൻ തയ്യാറായിട്ടില്ല. ആ ഒരു മിസ്സിങ് ഫീലിംഗ്. അതുകൊണ്ടായിരിക്കാം ഞാൻ ആക്ച്വലി എനിക്ക് നാട്ടിൽ പോവാണെന്നുള്ള കാര്യം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ലുക്കിംഗ് ഫോർവേഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അത്രയ്ക്ക് എനിക്ക് നാട്ടിലെ കുറിച്ച് കാര്യങ്ങളും നാട്ടിലെ ആൾക്കാരെയും ഫ്രണ്ട്സിനെയും മിസ് ചെയ്യാറുണ്ട്. അങ്ങനെ മിസ്സിങ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ടോ നിങ്ങളും കമന്റ് ചെയ്യുക. അതോ എന്റെ മാത്രം പ്രശ്നമായിരുന്നു ആ ഒരു മെന്റൽ സ്ട്രഗിൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നെന്ന്. കാരണം ഇവിടെ വന്നിട്ട് ഫൈനാൻഷ്യൽ സ്ട്രെസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരും പറയാറുണ്ട്, അല്ലെങ്കിൽ കരിയറിന്റെ കാര്യങ്ങൾ. അതല്ലാതെ ഇങ്ങനത്തെ ഒരു മെന്റൽ സ്ട്രെസ് എല്ലാവർക്കും ഉണ്ടായിരിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. അതും എനിക്ക് ഇവിടെ വന്നിട്ട് തോന്നിയിട്ടുള്ള കാര്യമാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 2021 ഡിസംബറിലായിരുന്നു ഞങ്ങളുടെ മാരേജ് ഉണ്ടായിരുന്നത്. 2021 ഡിസംബറിൽ കഴിഞ്ഞ് പിന്നെ 2022 ഫെബ്രുവരിയിൽ ഞാൻ ഇങ്ങോട്ട് വന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു മാരേജിന്റെ ഒരു സ്റ്റാർട്ടിങ്, നമ്മളൊരു നമ്മൾ ലവ് എന്നൊക്കെ പറയുന്നത് അത് വേറെ ഒരു ഡിഫറെന്റ് ഒരു ഏറയാണ്. മാരേജ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ഏറയാണ്. അപ്പം ആ ഒരു കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളൊരു ഇത് തുടങ്ങുന്നത് തന്നെ നമ്മൾ കാനഡയെ വെച്ചിട്ടാണ്. കാരണം കല്യാണം കഴിഞ്ഞിട്ട് 2 വീക്സ് മാത്രമേ സൂരജ് അവിടെ ഉണ്ടായുള്ളൂ നാട്ടിൽ. പിന്നെ പെട്ടെന്ന് തിരിച്ചു വന്നായിരുന്നു. കാരണം എനിക്ക് ഇങ്ങോട്ടുള്ള അപ്പത്തിനും PR-ന്റെ കാര്യങ്ങളൊക്കെ ഇൻവിറ്റേഷൻ വന്നതുകൊണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എന്താ പറയാ, ആ ഒരു പോസ്റ്റ് മാരേജ് തന്നെ ഒരുപാട് നമുക്ക് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരിക്കും. നമ്മൾ ഒരുപാട് നമ്മുടെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ അറിയുന്ന സമയമായിരിക്കും. ആ ഒരു സിറ്റുവേഷനും എന്റെ കാനഡ എന്നുള്ള ലൈഫിലുള്ള ഒരു അഡ്ജസ്റ്റ് ചെയ്യലും ഒരുമിച്ച് വന്നത്
സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സ്ട്രഗിളിങ് ഫേസ് ആയിരുന്നു ആ ഒരു 1 ഇയർ എന്നൊക്കെ പറയുന്നത്. ഞങ്ങള് കുറെ കാര്യങ്ങളിൽ നമുക്ക് ഡിഫറൻസ് ഇൻ ഒപ്പീനിയൻ ഉണ്ടായിരുന്നു. നമ്മൾ ഇവിടെ എടുക്കുന്ന ഡിസിഷൻസ്, ഈവൻ ഒരു വീട് റെന്റിന് എടുക്കുന്ന കാര്യത്തിന് പോലും ഞങ്ങൾക്ക് ഭയങ്കര ഡിഫറൻസ് ഇൻ ഒപ്പീനിയൻ ആയിരുന്നു. കാരണം നമ്മൾ രണ്ടുപേരും തോട്ട് പ്രോസസ്സ്, ഞാൻ ചിന്തിക്കുന്നത് അപ്പോഴും നാട്ടിലെ രീതിയിലും സൂരജ് ഓൾറെഡി ഇവിടെ 5-6 ഇയേഴ്സ് ആയതുകൊണ്ട് ഇവിടുത്തെ തോട്ട് പ്രോസസ്സിലും ചിന്തിക്കുമ്പം ഭയങ്കര ഡിഫറൻസ് ഇൻ ഒപ്പീനിയൻ ഉണ്ടായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ ഇവിടുന്ന് പഠിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ നല്ല കാര്യങ്ങൾ ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. പൊട്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള എഫക്ട്സ് ഇവിടെ ഉണ്ടായിരുന്നുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടായിട്ടുണ്ട്. എന്താ പറയാ, ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഞാൻ നാട്ടിൽ നിന്ന് പഠിച്ച ലെസണിനേക്കാളും ഈ ഇവിടെ പഠിച്ച ലെസൺസ് കാരണം എനിക്ക് എവിടെ പോയാലും ലോകത്ത് ജീവിക്കാനുള്ള ഒരു ധൈര്യം കിട്ടി എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഇപ്പൊ എനിക്കറിയാം ഇവിടെ ഇപ്പൊ കുറെ ആൾക്കാർക്ക് വർക്ക് പെർമിറ്റ് പ്രോബ്ലംസ് ഉണ്ട്, കുറെ പേർക്ക് വിസ റിജക്ട് ആവുന്നുണ്ട്, പിന്നെ യാതൊരു ഉറപ്പും PR-ന് ഇല്ല. അങ്ങനത്തെ സിറ്റുവേഷനിലൂടെ ഒക്കെ കടന്നു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മാത്രമല്ല നിങ്ങൾക്കും ഒരുപാട് സ്ട്രെസ് ഉണ്ടാവും എന്ന് എനിക്കറിയാം. കാരണം എന്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഞാൻ അത് കേൾക്കുമ്പോൾ നമുക്കും സ്ട്രെസ് ആണ് അത് കേൾക്കുമ്പോൾ. കാരണം എത്ര ബുദ്ധിമുട്ടിലൂടെയാണ് നമ്മൾ, എത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. കുറെ പേര് എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ 9 to 5 ജോബ് ചെയ്ത് അതില് ബാക്കി എല്ലാ കാര്യങ്ങളും അതിന്റെ കൂടെ ഈ ഒരു ലീഗൽ കാര്യങ്ങളും കൂടെ ചെയ്യുന്നുണ്ട്. അതെല്ലാം എനിക്കറിയാം. അപ്പം അങ്ങനെ സ്ട്രെസ് എടുക്കുന്ന ഒരുപാട് ആൾക്കാര് ഉണ്ട്. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ കൂട്ടിന് സപ്പോർട്ടിന് ഞങ്ങളും ഉണ്ട്. കാരണം നമ്മളെല്ലാവരും ഒരേ വഞ്ചിയിൽ പോകുന്ന ആൾക്കാരാണ്. അപ്പോ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ കുറെ ലെസൺസ് നിങ്ങളും പഠിച്ചിട്ടുണ്ടാവും. അപ്പം ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ, ചിലത് നമുക്ക് വർക്ക്ഔട്ട് ആവില്ല. എല്ലാവർക്കും വർക്ക്ഔട്ട് ആവണമെന്നില്ല. ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് ചില, എന്താ പറയാ, ബാക്കി ഇപ്പൊ ചിലർക്കൊക്കെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഏറ്റവും കോംപ്ലക്സ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് പറ്റുന്ന ആളാണ് ഞാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊക്കെ കറക്റ്റ് റെഡി ആയി കിട്ടിയ സാധനം, എന്താ പറയാ, നമ്മളെത്തുമ്പത്തേനും അലമ്പാവും, വേറെ രീതിയിലായിട്ടുണ്ടാവും. അങ്ങനെ ഉള്ള ഒരു ഭയങ്കര ഭാഗ്യം ചെയ്ത വ്യക്തിയാണ് ഞാൻ. അപ്പൊ അങ്ങനെ ഇരട്ടിപ്പണി വരേണ്ടി വരുന്ന, അല്ലെങ്കിൽ അവസാന സമയം ഇതെത്തുമ്പോൾ പണി കിട്ടുന്ന ഒരു ടൈപ്പ് ആളുകളാണ് ഞാൻ. പിന്നെ ഓൾറെഡി ഓവർ തിങ്കിങ്ങിന്റെ അസുഖം ഉള്ളത് കൊണ്ട് പിന്നെ അതിന്റെ കൂടെ ഇത് മതിയല്ലോ ഓവർ തിങ്ക് ചെയ്യാൻ. ഓൾറെഡി ഓവർ തിങ്കിങ് ഉള്ളതുകൊണ്ട് അതിന്റെ എക്സ്ട്രീം ആ വേർഷൻ ആണ് പിന്നെ ഉണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള നമ്മളും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില സമയത്ത് നമുക്ക് എല്ലാ കാര്യവും വർക്ക്ഔട്ട് ആവണമെന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വർക്ക്ഔട്ട് ആയിട്ടില്ലെങ്കിൽ പോലും ചിലപ്പോൾ അത് ബെറ്റർ കാര്യത്തിന് വേണ്ടി, നിങ്ങൾ വേറെ രാജ്യത്ത് മൂവ് ചെയ്ത് ചിലപ്പോൾ ഇതിനേക്കാളും കാര്യം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം. അപ്പം നിങ്ങൾക്ക് ഇവിടെ വർക്ക്ഔട്ട് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താ പറയാ, വേറെ ഓപ്പർച്യൂണിറ്റീസ് നോക്കുക. ഇവിടെ മാത്രമേ ഉള്ളൂ ലോകാവസാനം, ഇതാണ്, ഇവിടെ കിട്ടിയില്ലെങ്കിൽ വേറെ ഒന്നുമില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊന്നും നിങ്ങൾ നിൽക്കരുത്. കാരണം എല്ലാവർക്കും എല്ലാം അക്കരപ്പച്ചയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാന് നാട്ടിൽ നിന്നിട്ട് വിചാരിച്ചത് കാനഡ ഭയങ്കര അടിപൊളിയാണ്, കാനഡയാണ് അക്കരപ്പച്ച എന്നാണ്. ഇവിടെ എത്തിയപ്പോ ഞാൻ വിചാരിച്ചു US ആണ് അക്കരപ്പച്ച, US അടിപൊളിയാണ്. അങ്ങനെ കാനഡയിലുള്ള ആൾക്കാർ തന്നെ ഇപ്പൊ UK അക്കരപ്പച്ച എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും, UK-ന്ന് കാനഡ അക്കരപ്പച്ച എന്ന് വിചാരിക്കുന്നുണ്ടാവും. പിന്നെ കുറെ പേര് GCC അക്കരപ്പച്ച എന്ന് വിചാരിക്കുന്നുണ്ടാവും. പിന്നെ GCC ഉള്ളവർ ഇവിടെയാണ് അക്കരപ്പച്ച എന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മളെല്ലാവരും അക്കരപ്പച്ച എന്ന് വിചാരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈവൻ ഞാൻ ചിലപ്പോൾ ചിന്തിക്കും US അല്ല, നാടാണ് അക്കരപ്പച്ച എന്നുള്ളത്. അപ്പൊ നാട്ടില്, കാരണം നമ്മൾ കമ്പയർ ചെയ്യുന്ന നാട്ടിലെ 3 വർഷം മുന്നേ ഞാൻ ഇങ്ങോട്ട് കയറി പോരുമ്പോ എങ്ങനെയായിരുന്നു നാട്, അതാണ് ഞാൻ കമ്പയർ ചെയ്യുന്ന നാട്. അപ്പൊ അത് ഭയങ്കര നമുക്കത് നല്ല രീതിയിലാണ്. അപ്പം ഇപ്പൊ അതിങ്ങനെ തന്നെയാണോ എന്ന് എനിക്ക് അറിയില്ല. കാരണം നമ്മൾ നാട്ടിൽ വന്നിട്ട് കുറെ നാളായി. നമ്മൾ നാട്ടിലെ ന്യൂസ് എല്ലാം നമുക്ക് വിശ്വസിക്കാനൊന്നും പറ്റില്ല. പിന്നെ നാട്ടില് പാരന്റ്സ് പറയുമ്പോഴും ആ ഒരു പാരന്റ്സ് ജീവിക്കുന്ന ജീവിതം അല്ലല്ലോ നമ്മൾ ജീവിക്കുന്ന ജീവിതം ഉണ്ടാവും. അപ്പം സത്യത്തിൽ അവിടുത്തെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ഇപ്പോഴും നാട്ടിൽ അക്കരപ്പച്ച വിചാരിക്കുന്ന ഒരാളാണ്. അപ്പൊ അത് ആണോ അല്ലയോ എന്നുള്ളത് കാണുന്ന നിങ്ങൾക്കാണ് പറയാൻ പറ്റുള്ളൂ. കാരണം ഇനി അത് അറിയുകയാണെങ്കിൽ നാട്ടിൽ ചെന്നിട്ടുള്ള കൾച്ചറൽ ഷോക്ക് എനിക്ക് വരില്ല. പിന്നെ US അക്കരപ്പച്ച എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇനി അവിടെ നമ്മൾ പോയി, ഞാൻ ഇതുവരെ വിസിറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ വിസിറ്റ് ചെയ്താൽ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവായിരിക്കും അവിടെ അക്കരപ്പച്ചയാണോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ അങ്ങനെ പറഞ്ഞു എവിടേക്കോ എത്തിയില്ലേ, കാട് കയറി. ഓക്കെ, ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പൊ കാനഡയിൽ നിന്ന് ഞാൻ പഠിച്ച കുറച്ച് ലെസൺസ് ആണിത്. പിന്നെ ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണെങ്കിൽ, ഞാൻ മൊത്തത്തിൽ എന്താ പറയാ, ഒരു പ്ലാനിങ്ങോടെ എടുത്ത വീഡിയോ ഒന്നല്ല. ഞാൻ ഓക്കെ ഒന്നാമത്തെ പോയിന്റ് ഇത്, രണ്ടാമത്തെ പോയിന്റ് ഇത്, അങ്ങനെയൊന്നും എടുത്ത വീഡിയോ അല്ല. സത്യം പറഞ്ഞാൽ എനിക്ക് എന്തൊക്കെയോ പറയണമെന്ന് ഇങ്ങനെ തോന്നി. കാരണം ഇന്ന് സത്യത്തിൽ ഞാനൊരു കിളിപോയ ദിവസമാണ്. എന്തൊക്കെയൊക്കെയോ ചെയ്യണമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്ത് രാവിലെ എണീച്ചപ്പം കിളി പോയിരുന്നു. എന്താ നാളെ ഇവിടുത്തെ ഏറ്റവും തണുപ്പുള്ള ഒരു വേഴ്സ്റ്റ്
ക്ലൈമറ്റും കുറെ സ്നോ ഒക്കെ ഉള്ള ഒരു വെതറാണ് വരാൻ പോണേ. ചിലപ്പോൾ അത് കാരണം ഇന്ന് ഓൾറെഡി ഭയങ്കര തണുപ്പും വിഞ്ചി, ഫുൾ സൂര്യനൊന്നും വന്നിട്ടില്ല തോന്നുന്നു അധികം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പം ചിലപ്പം അതിന്റെ വിന്റർ ഡിപ്രഷൻ ഞാൻ അധികം എന്നെ അടുപ്പിക്കാറില്ല, ബട്ട് സ്റ്റിൽ അത് അടിച്ചു എന്ന് തോന്നുന്നു. അത് കാരണം ഇന്നൊന്നും ലിറ്ററലി ചെയ്തിട്ടില്ല. പിന്നെ ആകെ സ്ക്രീൻ ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കളറിംഗ് ബുക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. കാരണം വരയ്ക്കാനുള്ള കഴിവും കളർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കളർ അടിക്കാനുള്ള കഴിവും കിട്ടിയിട്ടൊന്നുമില്ല, എന്നാലും അടിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ ആകെ ചെയ്തതാ, ഇങ്ങനെ കളർ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ ചെയ്തിട്ടുള്ള കാര്യം ആകെ. പിന്നെ കുക്ക് ചെയ്തു, ഫുഡ് ഇറങ്ങണല്ലോ, അപ്പൊ ഫുഡ് കുക്ക് ചെയ്തായിരുന്നു. ഫുഡ് കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കുറച്ചെങ്കിലും എനർജി എനിക്ക് വന്നത്. കാരണം ഇങ്ങനെ പിന്നെ ഞാൻ ഈ ഒരു പിന്നെ അതിനുശേഷം ഞാൻ ഈ കളർ അടിക്കുമ്പോഴാണ് ഓക്കെ ഞാൻ വിചാരിച്ചത് എന്താ പറയാ, ഞാൻ ഒരു താങ്ക് യു പറയാനുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനൊരു 1000 സബ്സ്ക്രൈബർ ആവുമ്പം ഞാൻ മുന്നേ വിചാരിച്ചതായിരുന്നു ഞാനൊരു നന്ദി പറയും എന്നുള്ളത്. അപ്പം അത് പറയാനുള്ള ഒരു അവസരം ഞാൻ മിസ് ഔട്ട് ആക്കരുത്. അത് ഭയങ്കര എന്താ പറയാ, എന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരോട് ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന പോലെയാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എന്തായാലും എടുക്കണം എന്ന് വിചാരിച്ചത്. അപ്പോഴാണ് എനിക്ക് എന്താ പറയാ, വരയ്ക്കും മീൻസ് കളർ അടിക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് ഇവിടുത്തെ കാര്യങ്ങളും കൂടെ ഒന്ന് സംസാരിച്ചാലോ. റിയാലിറ്റി, എന്റെ റിയാലിറ്റി, എല്ലാവരുടെ റിയാലിറ്റിയും എല്ലാവരുടെ സൈഡും ഇങ്ങനെയാണെന്നില്ല. എന്നെ പോലെ ഒട്ടും എന്താ പറയാ ഭയങ്കരമായി റെലവെന്റോ അല്ലെങ്കിൽ ആൾക്കാർ നല്ല ചാമിങ് അല്ലെങ്കിൽ റിസ് ഒക്കെ ഉള്ള, ഇപ്പോഴത്തെ ഭാഷയിൽ റിസ് ഒക്കെ ഉള്ള ആൾക്കാരെ പോലെ അല്ലാത്ത നോർമൽ ഒരു ഹ്യൂമൻ ബീങ് ഇവിടെ വന്നിട്ട് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് പക്ഷെ എന്നെക്കാളും ബുദ്ധിമുട്ടിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നുണ്ടാവും. ഇപ്പം സ്റ്റുഡന്റ് ആയിട്ടൊക്കെ വരുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ എന്നെക്കാളും, ഇപ്പൊ ഞാൻ PR ആയി വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇവിടെ ഒരാളുണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷെ അതുപോലും ഇല്ലാതെ ഇവിടെ ഒറ്റയ്ക്ക് വന്ന് അത്രയും അടിപൊളിയായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയ ആൾക്കാരും ഉണ്ട് ഇവിടെ. എനിക്കറിയാം അത്രയും കഷ്ടപ്പെട്ട് റെസ്പോൺസിബിൾ ആയിട്ട്. അപ്പൊ അവർക്കൊക്കെ ബിഗ് സല്യൂട്ട്. എനിക്ക് ഒരിക്കലും ഞാനാണെങ്കിൽ എനിക്കത് പറ്റില്ല, ഞാൻ അത്രയും കഴിവുള്ള ആളല്ല. ബട്ട് നിങ്ങളത് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ആൾക്കാരോട് എനിക്ക് ഹ്യൂജ് റെസ്പെക്ട് ആണ്. അപ്പം ഇനിയും നിങ്ങൾക്ക് വീഡിയോസ് എന്റെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണാം. ശരി, ബൈ.